നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സർക്കാർ വഞ്ചിക്കുന്നുവെന്ന് ആക്ഷേപം. സമരസമിതി വീണ്ടും സമരരംഗത്ത്. ഏപ്രിൽ 30 പ്രതിഷേധ സംഗമം. LDFന്റെ വികസന വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ ജനം വിധിയെഴുതുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തെരഞ്ഞെടുപ്പോടെ CPM തരിപ്പണമാക്കുമെന്ന് മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് രംഗം ആവേശപ്പോരിലേക്ക്. BJP സ്ഥാനാർത്ഥികളായ K. സുരേന്ദ്രനും രവീശ തന്ത്രിയും പത്രിക സമർപ്പിച്ചു. അസഹിഷ്ണുതയ്ക്കെതിരെ സ്നേഹസാഗരം. സ്വാമി അഗ്നിവേശ് 29 കാസർഗോട്ട്. വേനൽ ചൂട് കത്തിയെരിയുന്നു. കവുങ്ങിൻ പൂങ്കുലകൾ വാടിക്കരിഞ്ഞു. ആശങ്കയോടെ അടക്ക കർഷകർ. വോട്ട് ചെയ്യാൻ പുതിയ അവബോധം. കയ്യടി നേടി ജില്ലാ ഭരണകൂടത്തിന്റെ തെരുവ് നാടകം. വിശദമായ വാർത്തകളിലേക്ക്. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സർക്കാർ വഞ്ചിക്കുന്നതായി ആക്ഷേപം. ഇതിൽ പ്രതിഷേധിച്ച് എൻഡോസൾഫാൻ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ വീണ്ടും പ്രക്ഷോഭം ആരംഭിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഏപ്രിൽ 30 കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നത്. 2016 ജനുവരി 26 സെക്രട്ടേറിയറ്റിന് മുന്നിൽ അമ്മമാർ നടത്തിയ പട്ടിണി സമരത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലെടുത്ത തീരുമാനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടലംഘനമാകുമെന്ന് പറഞ്ഞ് നടപ്പാക്കാതിരുന്നത് ദുരിതബാധിതരോട് കാണിക്കുന്ന കൊടും ക്രൂരതയാണ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ അമ്മമാർ നടത്തിവന്ന സമരം പിൻവലിക്കാൻ വേണ്ടി സർക്കാർ നടത്തിയ ഒത്തുകളിയാണ് ഇതോടെ വ്യക്തമാകുന്നത്. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് മുന്നണിയുടെ തീരുമാനം. ജനുവരി 27 നടപ്പാക്കുമെന്ന കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെയും നടപ്പാക്കാതെ ഇപ്പോൾ പറയുന്ന വാദങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് മുന്നണി നേതാക്കൾ പറഞ്ഞു. നാഷണൽ ഗെയിംസിന്റെ ഉദ്ഘാടന സമാപന പരിപാടികളിൽ പങ്കെടുത്ത ജില്ലയിലെ കലാകാരന്മാർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ഏപ്രിൽ 28 വ്യാഴാഴ്ച വിതരണം ചെയ്യും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. തിരുവനന്തപുരം കാര്യവട്ടത്ത് നടന്ന ദേശീയ ഗെയിംസിൽ ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് 125 പരം കലാകാരന്മാർ ആദിശക്തി പുലിക്കളി നാടൻ കലാക്ഷേത്രത്തിന്റെ ബാനറിൽ അണിനിരന്നിരുന്നു. അതിൽ 85 പരം പേർക്ക് ലഭിച്ച ബഹുമതി പത്രം ഏപ്രിൽ 28 വ്യാഴാഴ്ച പാലക്കുന്നിൽ വെച്ച് വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാടൻ കലകളുടെ അവതരണവും ഇത്തരം കഥകളുടെ പ്രോത്സാഹനം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ വ്യാപകമായ തോതിൽ ചർച്ചയും വ്യാപകമായ തോതിലുള്ള അവതരണവുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നിങ്ങളുടെ പത്രപ്രവർത്തകരുടെ തന്നെ നേതാവായ MO വർഗീസ് സാറാണ്. അതുപോലെ തന്നെ പ്രഗത്ഭനായ നമ്മുടെ ജില്ലയിലെ സംസ്ഥാനത്തിൻ്റെ തന്നെ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ചിത്രകാരൻ പുഞ്ചിത്തായാണ് അതിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രതിഭ രാജൻ, നരീനാരായണൻ, CK ഉമേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ സുന്നി മഹല്ല് ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന മാനുഷാദ 29 നടക്കും. അസഹിഷ്ണുതയ്ക്കെതിരെ സംഘടിപ്പിക്കുന്ന സ്നേഹസാഗരം പരിപാടി സ്വാമി അഗ്നിവേശ് ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 29 വൈകുന്നേരം 3 മണിക്കാണ് പരിപാടി ആരംഭിക്കുക. ആയിരങ്ങൾക്ക് ഇരിക്കാവുന്ന പന്തൽ ഇതിനായി തയ്യാറാക്കിയിട്ടുണ്ട്. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും മഹല്ലുകളിൽ നിന്നും എത്തിച്ചേരുന്ന മതനേതാക്കൾക്ക് പ്രത്യേകം പാവലിയനും സജ്ജീകരിച്ചിട്ടുണ്ടെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അക്രമവും അസഹിഷ്ണുതയും വളരാൻ അനുവദിക്കാതെ വരും തലമുറയ്ക്കും മനുഷ്യരായി ഈ നാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്നും അതിനായി എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്നും സംഘാടകർ അഭ്യർത്ഥിച്ചു. അസഹിഷ്ണുതയ്ക്കെതിരെ മാനുഷാദ സ്നേഹസാഗരം എന്ന പരിപാടി കാസർഗോഡ് ജില്ലാ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ 29 തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് സ്റ്റേഡിയത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. സ്നേഹസാഗരം പരിപാടി സ്വാമി അഗ്നിവേശാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പരിപാടിയിൽ പല പ്രമുഖ വ്യക്തിത്വങ്ങളും സംബന്ധിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ചെർക്കളം അബ്ദുള്ള, ഡോക്ടർ ഖത്തർ ഇബ്രാഹിം ഹാജി, TK പൂക്കോയ തങ്ങൾ, ഇബ്രാഹിം മുണ്ടിയത്തടുക്ക തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി കൊടിപ്പൂരം.
LDFിന്റെ വികസന വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ ജനം വിധിയെഴുതുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കാലിച്ചാനടുക്കത്ത് നടന്ന UDF പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 5 വർഷം കൊണ്ട് UDF കേരളത്തിൽ നടപ്പിലാക്കിയ വികസനം മാത്രം മതി UDFന് അനുകൂല കാലാവസ്ഥ രൂപപ്പെടാൻ എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. LDF സർക്കാരിന്റെ കാലത്ത് സാന്റിയാഗോ മാർട്ടിന്റെ കൈകളിലുണ്ടായിരുന്ന ലോട്ടറിയെ കാരുണ്യ ലോട്ടറിയാക്കി മാറ്റിയത് UDFന്റെ ഭരണനേട്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനങ്ങൾക്ക് കൊടുക്കാതെ സ്വകാര്യ എണ്ണ കമ്പനികളും കേന്ദ്ര ഗവൺമെന്റും പങ്കിടുമ്പോൾ ഇവരുടെ ആത്മാർത്ഥത എന്താ? ജനങ്ങളോടാണോ ഇവരുടെ ആത്മാർത്ഥത, അതോ സ്വകാര്യ എണ്ണ കമ്പനികളോടാണോ? നാമമാത്രമായ വില കുറവാണ് പെട്രോളിനും ഡീസലിനും ഏർപ്പെടുത്തി. 3-1 വില കുറഞ്ഞു. ഇതിനേക്കാൾ വളരെ കൂടുതൽ വില കുറയ്ക്കാൻ സാധിക്കുമായിരുന്നിട്ടും അത് കുറയ്ക്കാതെ ആ അധിക വരുമാനം ഇന്ന് കൈപ്പറ്റുക. 1200 കോടി രൂപ കാരുണ്യ ചികിത്സാ സഹായ പദ്ധതി വഴി സർക്കാർ വിതരണം ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. ബഷീർ വെള്ളിക്കോത്ത് അധ്യക്ഷനായി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ, അഡ്വക്കേറ്റ് MC ജോസ്, രാജു കട്ടക്കയം, P ഗംഗാധരൻ നായർ, മൈക്കിൾ പൂവത്തണി, മുസ്തഫ തായന്നൂർ, M അസ്നാർ തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ആവേശപ്പോരിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. മഞ്ചേശ്വരം മത്സരിക്കുന്ന K സുരേന്ദ്രനും കാസർകോട്ട് സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാറുമാണ് ബുധനാഴ്ച പത്രിക സമർപ്പിച്ചത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പരിസരത്ത് നിന്നും നിരവധി BJP പ്രവർത്തകരോടൊപ്പം പ്രകടനമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കർണാടക MLA C ഗണേഷ് കാർണിക്, സഞ്ജീവ മട്ടന്നൂർ, ഡോക്ടർ ഭരത് ഷെട്ടി, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, A വേലായുധൻ, പ്രമീള C നായിക്, M സഞ്ജീവ ഷെട്ടി, ഗണേഷ് പാറക്കട്ട, KP വത്സരാജ് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. BJPക്ക് സംസ്ഥാനത്ത് വിജയപ്രതീക്ഷയുള്ള 2 മണ്ഡലങ്ങളാണ് കാസർഗോഡും മഞ്ചേശ്വരവും. ചുട്ടുപൊള്ളുന്ന വെയിലിലും പ്രചരണത്തിൽ വളരെയേറെ മുന്നിലാണ് BJP ജില്ലാ പ്രസിഡന്റും ഉദുമ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് K ശ്രീകാന്ത് ഏപ്രിൽ 29-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വോട്ടർമാരിൽ പുതിയ അവബോധം പകർന്ന് തെരുവ് നാടകം. ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വോട്ടിങ്ങിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള തെരുവ് നാടകം സംഘടിപ്പിക്കുന്നത്. ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്ന നാടകത്തിന് 20 മിനിറ്റ് ദൈർഘ്യമാണുള്ളത്. കോഴിക്കോട് മനോരഞ്ജൻ ആർട്സിലെ കലാകാരന്മാരായ ഭാസ്കരൻ ഇയോട്, രാജൻ വടക്കേക്കര, രാമചന്ദ്രൻ, ശ്രീധരൻ വട്ടോളി, വിനോദ് ബാലുശ്ശേരി, രവി കുന്നുമൽ എന്നിവരാണ് നാടകത്തിലെ അഭിനേതാക്കൾ. കളക്ടറേറ്റിൽ നടന്ന നാടകത്തിന്റെ ഉദ്ഘാടനം കളക്ടർ ദേവദാസ് നിർവഹിച്ചു. തെരുവുകളിൽ തെരുവ് നാടകം അവതരിപ്പിച്ച് വോട്ട് ചെയ്യേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും ജനാധിപത്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അത് ശക്തിപ്പെടുത്തേണ്ട ആവശ്യകതയെക്കുറിച്ചുമൊക്കെ ഈ തെരുവ് നാടകത്തിലൂടെ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് നമ്മുടെ ജില്ലയിലെ ഈ വർഷത്തെ ഈ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം ഉള്ള ഒരു ജില്ലയായി മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ജില്ലയിൽ വളരെ കാര്യക്ഷമമായ രീതിയിൽ വളരെ കൃത്യമായി സമയബന്ധിതമായി നടക്കുന്നത് ഓരോരുത്തരുടെയും സഹകരണം കൊണ്ടെന്ന് മാത്രമാണ്. ഇൻഫർമേഷൻ ഓഫീസർ KT ശേഖർ, നോഡൽ ഓഫീസർ VA ജൂഡി, ഉദുമ ഭരണാധികാരി B അബ്ദുൽ നാസർ, ഫിനാൻസ് ഓഫീസർ K കുഞ്ഞമ്പു നായർ, ജില്ലാ ലോ ഓഫീസർ സീതാരാമ, നാഷണൽ ഇൻഫർമേറ്റീവ് ഓഫീസർ VS അനിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ നാടകം അവതരിപ്പിച്ചു. ഞാനുണ്ടല്ലോ തന്നെ മുട്ടുകാരി എന്നോട്. താങ്കളെ പേരെന്താണ്? എന്റെ പേരോ? അതെ. നിങ്ങൾക്കറിയില്ല? ഇല്ല. എന്നാല് കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം മാത്തൂർ ദേശത്ത് മത്തങ്ങാപ്പുറത്ത് മത്തായി മാത്തുക്കുട്ടി മകൻ മാത്തുക്കുട്ടി എന്ന മത്തായി മകൻ മത്തായി അതെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വേണം.
ദേശീയതയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ BJP-കാരനായി കാണുന്നതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് സംവിധായകൻ മേജർ രവി പറഞ്ഞു. കോട്ടപ്പാറ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ക്ലബിന്റെ 10ാം വാർഷിക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ BJP-കാരനായി കാണുന്നുണ്ടെങ്കിൽ അതിൽ തനിക്ക് അഭിമാനമുണ്ടെന്ന് ചലച്ചിത്ര സംവിധായകൻ മേജർ രവി പറഞ്ഞു. രാജ്യത്തോടുള്ള സ്നേഹവും അഖണ്ഡതയും നിലനിർത്തേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോട്ടപ്പാറ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 10ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇങ്ങനൊരു ഫംഗ്ഷൻ വന്നിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP-യുടെ മുൻ ഭാരവാഹി, BJP-യുടെ മുൻ സ്ഥാനാർത്ഥി, RSSന്റെ ആ പ്രവർത്തകൻ, ഈ പ്രവർത്തകൻ എല്ലാം നോക്കിയാൽ BJP, RSS അത് ഇതെല്ലാം. എന്റെ ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും CPI-കാരനും കോൺഗ്രസ്സുകാരനെയും കാണാത്തത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രവൃത്തികളും ഇങ്ങനെയുള്ള ദേശപ്രേമികളെ ആരെങ്കിലും BJP-യുടെ മാത്രം കർത്തവ്യമായിട്ടാണ് ഇപ്പൊ കാണുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എന്നെപ്പോലുള്ള വ്യക്തി ദേശസ്നേഹത്തിന്റെ സിനിമ എടുക്കുമ്പോൾ എനിക്ക് BJP-കാരായിട്ട് പറഞ്ഞുകൊണ്ടാണ്. കനയ്യയെ പോലുള്ളവർ ദേശീയതയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ യുവജനതയ്ക്ക് രാജ്യസ്നേഹം വളർത്താൻ താൻ മുന്നിട്ടിറങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ വിമുക്തഭടന്മാരെ ആദരിച്ചു. ജനപ്രതിനിധികളായ C. കുഞ്ഞമ്പു, AV സന്തോഷ്, ബിജിത ബാബു, ഗോപാലൻ, പത്മനാഭൻ, ഗീതാ ബാബുരാജ്, ദേശീയ വടംവലി താരം ബാബു കോട്ടപ്പാറ, സംസ്ഥാന കലോത്സവത്തിൽ മികവ് തെളിയിച്ച ഐശ്വര്യ അരവിന്ദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി A. വേലായുധൻ അധ്യക്ഷനായി. BJP ദേശീയ സമിതി അംഗം മടിക്കൈ കമ്മാരൻ, ബ്രിഗേഡിയർ അബ്രഹാം, അസീസ്, അബ്ദുള്ള, K. മോഹനൻ, P. മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികൾ നടന്നു. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി KP കുഞ്ഞിക്കണ്ണന്റെ മണ്ഡലം പര്യടനത്തിന് തുടക്കമായി. കയ്യൂർ ചീമേനി പഞ്ചായത്തിലായിരുന്നു ആദ്യ ദിവസത്തെ പര്യടനം. പൊതാവൂരിൽ നിന്നാണ് KP കുഞ്ഞിക്കണ്ണന്റെ മണ്ഡല പര്യടനം ആരംഭിച്ചത്. MC ഖമറുദ്ദീൻ പര്യടനം ഉദ്ഘാടനം ചെയ്തു. രാവിലെ ചീമേനി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പൊതാവൂരിൽ പര്യടനത്തിന് തുടക്കം കുറിച്ചത്. മയ്യൽ സെന്റർ, കയ്യൂർ ആലന്തട്ട അമ്പലത്തിന് സമീപം, മുഴക്കോം അരയാലിൻ കീഴിൽ വലിയ പൊയിൽ തിമിരി ബാങ്കിന് സമീപം ചെമ്പ്രകാനം, പെരുന്തോൽ, കള്ളംകൊല്ലി, നിടുമ്പ, പിലാന്തോളി, ചീമേനി ടൗൺ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ആദ്യഘട്ട പര്യടനം പൂർത്തിയാക്കി. ആദ്യ ദിവസത്തെ പര്യടനം വൈകിട്ട് ഞണ്ടാടിയിൽ സമാപിച്ചു. പഞ്ചായത്തിലെ മറ്റ് കേന്ദ്രങ്ങളിൽ അടുത്ത ഘട്ടത്തിൽ പര്യടനം നടത്തും. പൊതാവൂരിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ UDF നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ കരിമ്പിൽ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി KP കുഞ്ഞിക്കണ്ണൻ, നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ VKP ഹമീദ് അലി, KM ഷംസുദ്ദീൻ ഹാജി, PK ഫൈസൽ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, TV കുഞ്ഞിരാമൻ, VK ബാവ, YMC ചന്ദ്രശേഖരൻ, NM ഷാഹുൽ ഹമീദ്, അഡ്വക്കേറ്റ് K വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. കാസർഗോഡ് പീപ്പിൾസ് ഫോറത്തിന്റെ വാർഷിക പൊതുയോഗം സമാപിച്ചു. ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലായിരുന്നു പരിപാടി. ഇതോടനുബന്ധിച്ച് കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ നടന്ന പരിപാടി പീപ്പിൾസ് ഫോറം സ്ഥാപക നേതാവ് KPK നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജയൻ കോടോത്ത് അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ V. ഗോപിനാഥൻ, ഫോറം സെക്രട്ടറി P. വിജയൻ, P. ചന്ദ്രമോഹൻ, M. പത്മനാഭൻ, AK നായർ തുടങ്ങിയവർ സംസാരിച്ചു. വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. വേറിട്ട പരിപാടികളുമായി ഷഫ മസ്ജിദിന്റെ വാർഷികാഘോഷം കൊണ്ടാടി. മുഖ്യാതിഥികളടക്കമുള്ള എല്ലാ രംഗങ്ങളിലും നിറഞ്ഞു നിന്നത് മദ്രസ വിദ്യാർത്ഥികളായിരുന്നു. മിക്ക സ്കൂളുകളിൽ നടക്കുന്ന വാർഷികാഘോഷ പരിപാടികൾക്ക് ഉദ്ഘാടകനും മുഖ്യാതിഥിയുമൊക്കെ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ മഹത് വ്യക്തിത്വങ്ങളോ ആയിരിക്കും. എന്നാൽ മഞ്ചേശ്വരത്തെ കുഞ്ചത്തൂർ മോസ്കോ ഹാളിന്റെ സമീപത്ത് ഷഫ മസ്ജിദിന്റെ കീഴിലുള്ള മദ്രസത്തുൽ ഇസ്ലാമിയ സ്കൂൾ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പാതയാണ് പിന്തുടർന്നത്. ഇത്തവണ നടന്ന വാർഷികാഘോഷത്തിന്റെ അധ്യക്ഷ സ്ഥാനവും ഉദ്ഘാടകനും മുഖ്യാതിഥിയുമൊക്കെ ഇതേ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എന്നത് ഏറെ കൗതുകകരമായ സംഗതിയാണ്. വാർഷികാഘോഷങ്ങളിൽ വിദ്യാർത്ഥികൾ കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നത് അവരെ സമൂഹത്തിന്റെ ഉത്തമ പൗരന്മാരായി വളർത്തിയെടുക്കുവാൻ വേണ്ടിയാണെന്ന് മദ്രസയുടെ നടത്തിപ്പുകാരനായ ബഷീർ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. UK റയ്യാന പരിപാടി ഉദ്ഘാടനം ചെയ്തു. It's my proud privilege to be here on this very special occasion and to take a part in it. I am here before you to talk a few words about Safa Madrasa and other sponsors which work behind us and support us in all stages.
This madrasa was initiated in 2011. At first, it was just temporarily a part of this masjid. ഇബ അധ്യക്ഷത വഹിച്ചു. എം അബ്ദുറഹ്മാൻ, ജലാലുദ്ദീൻ, ഹാഫിസ്, ഫാത്തിമ, ഷിംന ഷഹാൻ എന്നിവർ മുഖ്യ അതിഥികളായി. നിരവധി പേർ ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനെത്തി. വിദ്യാർത്ഥികളിൽ ഉറങ്ങിക്കിടക്കുന്ന ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മദ്രസത്തുൽ ഇസ്ലാമിയ മറ്റു മദ്രസകൾക്ക് മാതൃകയാവുകയാണ്. നീലേശ്വരം അഴീത്തല ആലിങ്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ ധ്വജപ്രതിഷ്ഠ കൊടിയേറ്റത്തിന് ഒരുങ്ങി. 16 വർഷത്തിനു ശേഷം നടക്കുന്ന മഹോത്സവം മെയ് 2 മുതൽ 16 ദിവസങ്ങളിലായി നടക്കും. ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടൊപ്പം കലാസാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഹോത്സവം കഴിയുന്നതോടെ ആലിങ്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം മഹാക്ഷേത്രമായി മാറുകയാണെന്ന് വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. തന്ത്രി വര്യൻ തരണനല്ലൂർ തെക്കിനടുത്ത പത്മനാഭൻ ഉണ്ണിനമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മെയ് 2 മുതൽ 12 വരെ പൂജാതി കർമ്മങ്ങളും മെയ് 9 ദേവിയുടെ പുനഃപ്രതിഷ്ഠയും 12 ധ്വജപ്രതിഷ്ഠയും നടത്തും. 12 വൈകുന്നേരം ക്ഷേത്രം മേൽശാന്തി PK സനൽശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജാതി കർമ്മങ്ങൾ നടക്കും. വടക്കൻ കേരളത്തിൽ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഒട്ടേറെ ചടങ്ങുകളും രീതികളും കൊണ്ട് പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ യക്ഷിക്കളം, പകൽപൂരം, നടയിൽപ്പറ എന്നീ ചടങ്ങുകൾ നടത്തിവരുന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വൈവിധ്യമാർന്ന കലാസാംസ്കാരിക പരിപാടികളും ഉത്സവത്തിന്റെ ഭാഗമായി നടത്തും. മെയ് 3 രാവിലെ 10 വിളംബര ഘോഷയാത്രയും വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കലവർന്നിരിക്കലും നടക്കും. കരിമ്പിൽ വിശ്വനാഥൻ, പ്രദീപൻ തുരുത്തി, K മോഹനൻ, KC മാനവരം രാജ, മധു മുകുന്ദൻ, PK സുധീർകുമാർ, MV ദാമോദരൻ, PV കുമാരൻ, PP സജീവൻ, KP ഉമേശൻ, PP അജിത് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കത്തുന്ന വേനലിൽ കവുങ്ങിൻ പൂങ്കല കരിഞ്ഞമരുന്നു. അടയ്ക്ക കർഷകർ ഇതോടെ ഭീതിയിലായിരിക്കുകയാണ്. മലയോരങ്ങളിലെ കർഷകരെ കണ്ണീരിലാഴ്ത്തി കവുങ്ങിൻ്റെ പൂങ്കുല കരിയൽ വ്യാപകമാവുകയാണ്. കാരടുക്ക, ബെള്ളൂർ, കുമ്പടാജ, ദേലമ്പാടി പഞ്ചായത്തുകളിലെ ഭൂരിപക്ഷം തോട്ടങ്ങളിലും ചൂട് കൂടിയതിന് നിമിത്തം കുലകൾ കരിഞ്ഞുണങ്ങി. ഇളം അടക്ക കൊഴിച്ചിലും വ്യാപകമാണ്. വിപണിയിൽ നല്ല വില ലഭിച്ചു കൊണ്ടിരിക്കുന്ന കാർഷികോൽപ്പന്നമാണ് അടക്ക. ഉൽപ്പാദനം കുറഞ്ഞാൽ വില വർധനവുകളുടെ ഗുണം കർഷകർക്ക് ലഭിക്കാതെ വരും. കാലാവസ്ഥാ വ്യതിയാനമാണ് കർഷകരെ വലച്ചത്. പൂവിട്ട് കായാകും മുമ്പേ കുല കരിയലും അടക്ക കൊഴിച്ചിലും തുടങ്ങിയതോടെ കർഷകർ എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ്. ജലലഭ്യത കുറഞ്ഞതോടെ കവുങ്ങുകൾ ഉണങ്ങിത്തുടങ്ങി. ഇതുവരെയും വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്ത വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിലും രൂക്ഷമായ വെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. പയസിന് പുഴയോരത്ത് നൂറുകണക്കിന് കവുങ്ങിൻ തോട്ടങ്ങളാണുള്ളത്. കവുങ്ങ് കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി കർഷകർ വെള്ളമില്ലാതെ ദുരിതത്തിലേക്ക് നീളുമ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നതാണ് ആക്ഷേപം. ചെറുവത്തൂർ വീരഭദ്ര ക്ഷേത്രം നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി വെള്ളിക്കടുത്തില എന്ന പേരിൽ തയ്യാറാക്കിയ സ്മരണിക പ്രകാശനം ചെയ്തു. ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളും നാടിന്റെ ചരിത്രവുമെല്ലാം സ്മരണയിൽ ഉൾക്കൊള്ളുന്നു. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗോപകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വ്യവസായികമായി വളർന്ന, സാമ്പത്തികമായി വളർന്ന രാജ്യങ്ങളുമായി ബന്ധപ്പെടുത്തി അവിടെയുള്ള പുരോഗതിയും അത്യന്തനാധികവും എല്ലാം നമ്മൾ വളരെ വിശാലമായി പ്രകീർത്തിക്കുമ്പോൾ അതെല്ലാം സമീപകാലത്ത് കഷ്ടിച്ചൊരു 200-300 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ വലിയ മാറ്റങ്ങളാണ്. അതേസമയം 5000 വർഷങ്ങൾക്കപ്പുറം ഒരു പാരമ്പര്യമുള്ള ഒരു സമൂഹമായിരുന്നു നമ്മുടേതെന്നും ഇതെല്ലാം കാലാകാലങ്ങളായി അനുവർത്തിച്ചു പോകുന്നതാണെന്നും ഇവിടുത്തെ തന്നെ ഈ ചരിത്രത്തിന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരാൾ പറയുകയുണ്ടായി, ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ചെറുവത്തൂരിൽ തുടങ്ങിയിട്ട് തന്നെ 600 വർഷത്തിൻ്റെ പാരമ്പര്യമുണ്ടെന്നാണ്. തിരക്കഥാകൃത്ത് ഹരിദാസ് കരിവള്ളൂർ പ്രകാശന കർമ്മം നിർവഹിച്ചു. KR കുഞ്ഞിരാമൻ ഏറ്റുവാങ്ങി. വിനയൻ പിലിക്കോട്, ജഗദീഷ് പ്രസാദ്, പ്രദീപ് കുമാർ, KRC മോഹനൻ, P ഉണ്ണിരാജ് തുടങ്ങിയവർ സംസാരിച്ചു. കലശോത്സവം മെയ് 1 സമാപിക്കും. സ്ഥലമായി പ്രധാന വാർത്തകൾ വീണ്ടും. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സർക്കാർ വഞ്ചിക്കുന്നുവെന്ന് ആക്ഷേപം. സമരസമിതി വീണ്ടും സമരരംഗത്ത്. ഏപ്രിൽ 30 പ്രതിഷേധ സംഗമം.
LDFന്റെ വികസന വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ ജനം വിധിയെഴുതുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തെരഞ്ഞെടുപ്പോടെ CPM തരിപ്പണമാക്കുമെന്ന് മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് രംഗം ആവേശപ്പോരിലേക്ക്. BJP സ്ഥാനാർത്ഥികളായ K. സുരേന്ദ്രനും രവീശ തന്ത്രിയും പത്രിക സമർപ്പിച്ചു. അസഹിഷ്ണുതയ്ക്കെതിരെ സ്നേഹസാഗരം. സ്വാമി അഗ്നിവേശ് 29 കാസർഗോട്ട്. വേനൽ ചൂട് കത്തിയെരിയുന്നു. കവുങ്ങിൻ പൂങ്കുലകൾ വാടിക്കരിഞ്ഞു. ആശങ്കയോടെ അടക്ക കർഷകർ. വോട്ട് ചെയ്യാൻ പുതിയ അവബോധം. കയ്യടി നേടി ജില്ലാ ഭരണകൂടത്തിന്റെ തെരുവു നാടകം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.